ഹലോ ഗൈസ്, അപ്പൊ നമ്മിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എൻട്രീസ് എന്നുള്ള കാര്യമായിരിക്കും. അപ്പൊ എൻട്രീസിൽ നമ്മൾ എങ്ങനെയാണ് എൻട്രി എടുക്കാൻ പോകുന്നത്, എവിടെയാണ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്, അതൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. പക്ഷെ അതിന് നമ്മൾ ഒരു സെറ്റ് ഓഫ് വീഡിയോസ് ആയിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, കാരണം നമുക്ക് കുറച്ച് ലോജിക്കുകൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ മാർക്കറ്റിൽ എൻട്രി എടുക്കുന്നതിന് മുമ്പ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണിത്: ആരാണ് കൺട്രോളിൽ? ഹൂ ഇസ് ഇൻ കൺട്രോൾ? ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എൻട്രി എടുക്കുമ്പോൾ മാത്രമല്ല, നിങ്ങളെ ചാർട്ട് അനാലിസിസ് ചെയ്യുമ്പോഴും എല്ലാം മാർക്കപ്പ് കഴിയുമ്പോഴും നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്: ആരുടെ കൺട്രോളിലാണ് മാർക്കറ്റ് ഉള്ളത്? ഓക്കെ, സോ രണ്ട് കൂട്ടരുടെ കൺട്രോളിൽ നമുക്ക് എന്തായാലും മാർക്കറ്റിനെ കാണാൻ കഴിയത്തുള്ളൂ. ഒന്നില്ലെങ്കിൽ ബയേഴ്സിന്റെ കൺട്രോളിലായിരിക്കണം, അല്ലെങ്കിൽ സെല്ലേഴ്സിന്റെ കൺട്രോളിൽ ആയിരിക്കണം, അല്ലെ? സോ ഈ കൺട്രോൾ നമുക്ക് കാണാൻ കഴിയുക പൊതുവെ രണ്ട് ടൈപ്പായിട്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ സപ്ലൈ ചെയിനിന്റെ കൺട്രോൾ കാണാൻ കഴിയും, ഓറൽസ് ഡിമാൻഡിന്റെ ചെയിനിന്റെ കൺട്രോൾ. സോ ഈ സപ്ലൈ ചെയിനും ഡിമാൻഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ: ഇപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ സപ്ലൈ തന്നെയാണ് പ്രൈസ് റെസ്പെക്ട് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ അതിനെ സപ്ലൈ ചെയിൻ എന്ന് പറയാം. സോ ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ട്, സപ്ലൈ സോൺ. ഓക്കെ, വീണ്ടും നമുക്ക് ആ സപ്ലൈ സോണിന്റെ റെസ്പെക്ടേഷൻ കിട്ടുന്നു, പ്രൈസ് ഇറങ്ങുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത സപ്ലൈ സോൺ കിട്ടി, പ്രൈസ് അതിനെ റെസ്പെക്ട് ചെയ്തു ഇറങ്ങുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടി സപ്ലൈ ചെയിൻ. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് ട്വൈസ്, രണ്ട് പ്രാവശ്യമെങ്കിലും സപ്ലൈ റെസ്പെക്ട് ചെയ്ത് പ്രൈസ് ഇങ്ങനെ മാർക്കറ്റിൽ ഡൗൺ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയാം സപ്ലൈ ചെയിൻ ആണ് കൺട്രോളിലാണ്. ഓക്കെ, സെയിം ഇതേപോലെ തന്നെ ഡിമാൻഡ് ചെയിൻ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഡിമാൻഡിനെ റെസ്പെക്ട് ചെയ്തായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുക. ഡിമാൻഡ് ഉണ്ടാക്കും, മിറ്റിഗേറ്റ് ചെയ്യും, പ്രൈസ് എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. വീണ്ടും പ്രൈസ് അടുത്ത ഡിമാൻഡ് സോൺ ഉണ്ടാക്കും. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഒരു ഡിമാൻഡ് സോൺ മാത്രം റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചെയിൻ കിട്ടത്തില്ല. ചെയിൻ ഉണ്ടാവണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് രണ്ട് പ്രാവശ്യമെങ്കിലും ഡിമാൻഡിന്റെ കൺട്രോൾ ടെസ്റ്റ് ചെയ്ത് പ്രൈസ് പോകണം. ഓക്കെ, സോ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ പറയും മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ചെയിൻ ഉണ്ടായി, ഡിമാൻഡ് കൺട്രോൾ എടുത്തു, ഡിമാൻഡ് തന്നെയാണ് കൺട്രോൾ കീപ്പ് ചെയ്യുന്നത്. ഇതാണ് സപ്ലൈ ഡിമാൻഡ് ചെയിൻ. ഓക്കെ, ഈ ചെയിനിൽ ഒരു ട്രാൻസ്ഫറിന്റെ വ്യത്യാസം വരും. ഓക്കെ, സപ്പോസ് നിങ്ങളിവിടെ ലെഫ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സപ്ലൈ നിന്ന് ഡിമാൻഡിലോട്ടുള്ള ട്രാൻസ്ഫർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും നമ്മൾ എൻട്രീസ് എടുക്കുമ്പോഴായിരുന്നാലും ശരി, വലിയ വലിയ ടൈം ഫ്രെയിം ആയിരുന്നാലും ശരി, മണി ട്രാൻസ്ഫർ ആണ് ഇവിടെ സംഭവിക്കുന്നത്. വീക്ക് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡ്സിലോട്ട് പ്രൈസ് പോകും. ഓക്കെ, അപ്പൊ അത് സംഭവിക്കുന്നത് ഈ ചെയിനിന്റെ ഒരു ബ്രേക്കോട് കൂടിയാണ്. നമ്മൾ അതിനെ ചേഞ്ച് ഓഫ് പാറ്റേൺ എന്ന് പറയും. നമ്മൾ സ്ട്രക്ചറിൽ പഠിച്ച ചേഞ്ച് ഓഫ് പാറ്റേൺ അല്ലേ ഇത്? അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയുക കൺട്രോൾ മാറുന്നതാണ്. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ സപ്ലൈ കൺട്രോളിലായിരുന്നു അല്ലേ, അതുകൊണ്ടാണ് സപ്ലൈ റെസ്പെക്ട് ചെയ്ത് പ്രൈസ് ഇറങ്ങിയത്. വീണ്ടും ഇവിടെ വന്നപ്പോൾ സപ്ലൈ തന്നെയാണ് കൺട്രോൾ എടുത്തത്, പ്രൈസിനെ മുകളിലോട്ട് പോകാൻ സമ്മതിച്ചില്ല. വീണ്ടും നമ്മൾ അവിടെ നിന്ന് സെൽ ഓർഡേഴ്സ് എടുത്തു, താഴേക്ക് വന്നു. ഇപ്പോഴും സപ്ലൈ ആയിരുന്നു അവസാനം കൺട്രോൾ എടുത്തത്, കാരണം പ്രൈസ് സപ്ലൈ വന്നപ്പോൾ റിയാക്ഷൻ കിട്ടി, താഴോട്ട് പോയി. എന്നാൽ പിന്നെ എന്ത് പറ്റിയില്ല? സപ്പോസ് ലെറ്റ്സ് സേ നമ്മൾ അവസാനത്തെ ആ ബ്രേക്ക് സിസ്റ്റം ഉണ്ടായപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സപ്ലൈ ഉണ്ടായിരുന്നു വിചാരിക്കാം. ഓക്കെ, ലെറ്റ്സ് സേ ഇവിടെ നമുക്കൊരു അവസാനത്തെ സപ്ലൈ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സപ്ലൈ റെസ്പെക്ട് ചെയ്യില്ല പ്രൈസ്, പകരം എന്ത് ചെയ്തു? ഇതിനെ ബ്രേക്ക് ചെയ്ത് പോയി, അല്ലെ? ഇതിനെ പൊട്ടിച്ച് സപ്ലൈ പൊട്ടിച്ചുകൊണ്ട് പ്രൈസ് പോയി. അപ്പോൾ ഓബിയസ്ലി സപ്ലൈ പൊട്ടിച്ച് പോകാനാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ളൊരു സോൺ ഡിമാൻഡ് ആയിരിക്കും കാരണക്കാരൻ. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനെ പറയും ഇവിടെ സപ്ലൈ ചെയിനിൽ നിന്ന് ഡിമാൻഡിലോട്ട് ട്രാൻസ്ഫർ നടന്നു എന്ന് പറയും. ഓക്കെ, എപ്പോഴും ഇവിടെ സപ്ലൈ സോൺ ഉണ്ടാവണമെന്നില്ല, അഥവാ ഉണ്ടാവുമെങ്കിൽ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണിത്. ഓക്കെ, സോ എന്ത് പറ്റി? ഇവിടെ മണി ട്രാൻസ്ഫർ ആണ് സംഭവിച്ചത്, സെല്ലേഴ്സിൽ നിന്ന് ബയേഴ്സിലോട്ടുള്ള മണി ട്രാൻസ്ഫർ. ഇതിനാണ് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് വിളിക്കുക സോണിന്റെ രീതിക്ക്. നമുക്ക് രണ്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ സ്ട്രക്ചറിന്റെ രീതിക്കുള്ള ഷോക്കും, പിന്നെ ഇത് ആക്ച്വൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറും. ഓക്കെ, സോണിന്റെ രീതിക്ക് നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അത് ഒരു പിക്ചറിന്റെ റെപ്രസെന്റേഷൻ തന്നെ കാണിച്ചു തരാം. ഓക്കെ, സോ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളൊരു സപ്ലൈ ചെയിനിൽ നിന്ന് ഡിമാൻഡിലോട്ട് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാണ്, കൺട്രോൾ മാറുകയാണ്. ഹൂസ് ഇൻ കൺട്രോളിലെ ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള സിനാരിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇപ്പോൾ ഇവിടെ ബയേഴ്സ് കൺട്രോൾ എടുത്ത് കഴിഞ്ഞു. ഓക്കെ, അഗെയിൻ ലെറ്റ്സ് സേ ഈ ഒരു എക്സാമ്പിൾ എടുക്കാം, ഡിമാൻഡ് ചെയിനിൽ നിന്ന് സപ്ലൈയിലോട്ടുള്ള ട്രാൻസ്ഫർ. ഓക്കെ, നമുക്കിവിടെ കാണാൻ കഴിയുന്ന എന്താണ്? പ്രൈസ് ഡിമാൻഡുകളെല്ലാം ടെസ്റ്റ് ചെയ്യുന്നു, റെസ്പെക്ട് ചെയ്യുന്നു, ഒന്നും ബ്രേക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ടെസ്റ്റ് ചെയ്യുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ അവസാനം ലെറ്റ്സ് സേ നമുക്ക് ഇവിടെ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്കൊരു ഡിമാൻഡ് സോൺ ഉണ്ടായി, പക്ഷെ പ്രൈസ് അതിനെ റെസ്പെക്ട് ചെയ്തില്ല, അതിനെ ബ്രേക്ക് ചെയ്തു. ഓബിയസ്ലി ഒരു ഡിമാൻഡിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് ആരെ തന്നെ കൺട്രോളിൽ വരണം? സപ്ലൈ തന്നെ വരണം, കാരണം സെല്ലേഴ്സിന് മാത്രമേ ബയേഴ്സിന് മാർക്കറ്റിൽ നിന്ന് കളയാൻ കഴിയുള്ളൂ. അപ്പൊ എന്ത് പറ്റി? ഇവിടെ സപ്ലൈയിലോട്ടുള്ള മണി ട്രാൻസ്ഫർ ആണ് നടന്നത്, ബയേഴ്സിൽ നിന്നും സെല്ലേഴ്സിന് കൺട്രോൾ കൊടുക്കുകയാണ്.
ഇവിടെ തിരിച്ച് ഇവിടെ സെല്ലേഴ്സിൽ നിന്നും ബയേഴ്സിലോട്ട് ഈ ഒരു എന്താ പറയാ പവർ മാറുകയാണ്. ഓക്കെ, ഇനി ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള മെയിൻ സിനാരിയോ, നിങ്ങൾക്ക് ഇത് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ കാര്യം. ഓക്കെ, ഇനി നമുക്ക് കാണാൻ കഴിയുക ഇങ്ങനെ ആയിരിക്കത്തില്ല, നമുക്ക് കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും കൺട്രോളിന്റെ കാര്യത്തിൽ. സോ അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വരച്ച് കാണിച്ചു തരാം. സോ സപ്പോസ് ലെറ്റ്സ് സേ പ്രൈസ് ഇങ്ങനെ അപ് ട്രെൻഡിൽ പോവാണ്. ഓക്കെ, നമുക്ക് ഡിമാൻഡ് കിട്ടി, പ്രൈസ് റെസ്പെക്ട് ചെയ്തില്ല, പ്രൈസ് തിരിച്ചു പോട്ടെ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ പ്രൈസ് റെസ്പെക്ട് ചെയ്തില്ല അല്ലേ, വാലിഡ് ആയിട്ടുള്ള ഡിമാൻഡ് സോൺ ആണ്. പ്രൈസ് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല, കാരണം മിറ്റിഗേഷൻ സാധ്യതയുണ്ട്. ലെറ്റ്സ് സേ പ്രൈസ് വീണ്ടും ഇവിടെ വന്നു, അടുത്തൊരു ഒരു ഡിമാൻഡ് സോൺ ഉണ്ടാക്കി. ഓക്കെ, പക്ഷേ ഈ ഡിമാൻഡ് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു വിചാരിച്ചു. ഓക്കെ, ഡിമാൻഡ് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ എന്ത് പറ്റി, നമ്മളിപ്പോ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് വെച്ച് ഇവിടെ ഡിമാൻഡിന്റെ കൺട്രോൾ പോയി അല്ലെ, നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്തു. അപ്പൊ എന്തായാലും ആര് കൺട്രോളിൽ വന്ന് കാണണം, ഓപ്പോസിറ്റ് സൈഡ് ഒരു സപ്ലൈ എന്തായാലും കൺട്രോളിൽ വന്ന് കാണണം അല്ലെ. ഇനി സപ്ലൈക്ക് കൺട്രോൾ എടുക്കണമെങ്കിൽ ലെറ്റ്സ് സേ പ്രൈസ് തിരിച്ച് കയറി വരികയാണെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മൾ ആ നേരത്തെ വരച്ച ഡിമാൻഡ് ഫെയിൽ ആയി, ലെറ്റ്സ് സേ പ്രൈസ് തിരിച്ച് കയറി വരികയാണെന്ന് വെക്കാം. ഞാൻ സപ്ലൈ സോൺ നിങ്ങൾക്ക് എല്ലാവരും വരച്ചതാണ്. ലെറ്റ്സ് സേ അങ്ങനെ ചെറുതായിട്ട് വരയ്ക്കാം. ഡിമാൻഡ് സോൺ ഇതാണ് നമ്മുടെ ഡിമാൻഡ് സോൺ. ഓക്കെ, പ്രൈസ് വന്നു, ഓക്കെ, പ്രൈസ് താഴോട്ട് ഇറങ്ങി, പ്രൈസ് ഇത് ബ്രേക്ക് ചെയ്തു. ഒബിയസ്ലി നമ്മൾ നേരത്തെ കണ്ട സ്കീമാറ്റിക് വെച്ച് നിങ്ങൾക്ക് അറിയാം, ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡ് ഓപ്പോസിറ്റ് സൈഡിലുള്ള സോൺ കൺട്രോൾ വരും. അപ്പോൾ ഒബിയസ്ലി ഇവിടെ സപ്ലൈ കൺട്രോൾ വന്നിട്ടുണ്ട് അല്ലെ, സപ്ലൈ കൺട്രോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ മാർക്കറ്റിൽ. സപ്പോസ് ഈ പ്രൈസ് തിരിച്ച് മുകളിൽ കയറി പോവുകയാണെങ്കിൽ ആൻഡ് ഇവിടെ നമുക്ക് റിയാക്ഷൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയാം സപ്ലൈ കൺട്രോൾ എടുത്തു എന്ന് പറയാം. സപ്ലൈ ടു കൺട്രോൾ, സപ്ലൈ കൺട്രോൾ എടുത്തു. ഓക്കെ, എന്തൊക്കെ സംഭവിക്കാം, നമ്മൾ പഠിച്ച 4 കാര്യത്തിൽ സോണിൽ പല കാര്യങ്ങളും സംഭവിക്കാം. അല്ലെങ്കിൽ ബ്രേക്ക് ആവാം അല്ലെ, അല്ലെങ്കിൽ പ്രൈസിന് എന്താ പറയാ അതിനെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് ഇറങ്ങാം. അതും അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പ്രൈസിനെ റിയാക്ട് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യാം, ഫ്ലിപ്പ് സോണുകൾ ഉണ്ടാക്കാം. പല കാര്യങ്ങളും പ്രൈസിന് ചെയ്യാൻ കഴിയും. ഇവിടെ നമ്മൾ വരുമ്പോൾ പ്രൈസ് ഇവിടെ വന്നിട്ട് റിയാക്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ, സപ്ലൈ നിന്ന് പ്രൈസ് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ പറയും സപ്ലൈ കൺട്രോൾ എടുത്തെന്ന് പറയുക. ഓക്കെ, സപ്ലൈ ടു കൺട്രോൾ, സപ്ലൈ കൺട്രോൾ എടുത്തു. ഇനി പ്രൈസ് താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ ഡിമാൻഡ് സോൺ നമുക്ക് ഇപ്പോഴും കിടപ്പുണ്ട് അല്ലെ, പ്രൈസ് ടാപ്പ് ചെയ്യാത്തൊരു ഡിമാൻഡ് സോൺ ഇവിടെ ഉണ്ട്. ലെറ്റ്സ് സേ പ്രൈസ് അവിടെ വന്നു, ഓക്കെ, ആൻഡ് ഇവിടെ വന്നു, ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ലെറ്റ്സ് സേ നമുക്ക് വേറൊരു സപ്ലൈ സോൺ ഇവിടെ കിട്ടിയെന്ന് വിചാരിച്ചു. ആദ്യത്തെ സപ്ലൈ സോൺ റെസ്പെക്റ്റഡ് ആയി, ഇപ്പോൾ പുതിയൊരു സപ്ലൈ സോൺ കിട്ടി. പ്രൈസ് ഇപ്പൊ നിൽക്കുന്നത് ഡിമാൻഡ് സോണിലാണ്. ഇവിടെ നിന്ന് പ്രൈസ് വീണ്ടും മുകളിലോട്ട് കയറുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഡിമാൻഡ് കൺട്രോൾ എടുത്തു അല്ലേ, കാരണം ഡിമാൻഡ് ബ്രേക്ക് ആയിട്ടില്ല. ഡിമാൻഡിൽ കൺട്രോൾ എടുത്തു എന്ന് പറയുമ്പോൾ എന്ത് പറ്റി, ഡിമാൻഡ് വന്നപ്പോൾ എന്ത് ചെയ്തു, ബൈ ഓർഡേഴ്സ് നമ്മൾ ഫിൽ ചെയ്യാൻ തുടങ്ങി. അതാണ് നമ്മൾ ആ റിയാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ റിയാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളോട് ഇപ്പൊ ഈ മാർക്കറ്റിൽ ആര് എന്ന് കൺട്രോളിൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഡിമാൻഡ് കൺട്രോൾ എടുത്തെന്ന് തന്നെ പറയും. കാരണം ഡിമാൻഡിൽ വന്നിട്ടാണ് പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, റിയാക്ഷൻ തരാൻ തുടങ്ങിയത്. ഇതുപോലെ തന്നെ പ്രൈസ് തിരിച്ച് മുകളിലോട്ട് കയറി, പ്രൈസ് ഈ സപ്ലൈ സോണിൽ ഇനി നമുക്ക് റിയാക്ഷൻ തരുന്നവർ ആരായിരിക്കും കൺട്രോളിൽ, ഡിമാൻഡ് സോൺ തന്നെ ആയിരിക്കും കൺട്രോളിൽ. ഓക്കെ, സപ്പോസ് നമ്മൾ ആ സപ്ലൈ സോണിൽ എത്തിയിട്ട് പ്രൈസ് ഇവിടെ നിന്ന് റിയാക്ട് ചെയ്യാൻ തുടങ്ങി, പ്രൈസ് താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. ഇപ്പൊ ആര് കൺട്രോൾ തിരിച്ചെടുക്കും, ഈ സപ്ലൈ സോൺ കൺട്രോൾ തിരിച്ചെടുത്തു ഈ ഡിമാൻഡ് സോണിൽ നിന്ന്. ഇത് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എപ്പോഴും വേണം, ആര് കൺട്രോൾ എടുത്തു, എവിടെ നിന്നാണ് പ്രൈസ് വരുന്നത്, ഡിമാൻഡിൽ നിന്നാണോ വരുന്നത് അല്ല സപ്ലൈ നിന്നാണോ പ്രൈസ് വരുന്നത്, അത് അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള സപ്ലൈ ഡിമാൻഡ് സോണുകളാണോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടി വരും. അതിൽ ആദ്യത്തെ ഒരു സെക്ഷനാണ് ഈ എന്താ പറയാ ഹൂ ഈസ് ഇൻ കൺട്രോൾ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമ്മളിനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, നിങ്ങളിതൊന്ന് ചാർട്ടിൽ പോയിട്ട് നിങ്ങളിന്ന് എന്ത് ചെയ്യുക, ഇതൊന്ന് ഈ ലോജിക് ഒന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സിനെ പറ്റി അല്ലെങ്കിൽ ട്രാൻസ്ഫറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ ഗൈസ്.